بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മൾ ഒത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷിയാകുന്ന മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. പുണ്യ റമളാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളുടെ ആദ്യത്തെ 2 നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ്. നരകമോചനത്തിൻ്റെ 10. ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ ആവേശത്തിൽ രംഗത്തിറങ്ങണമെന്ന് പഠിപ്പിക്കുന്ന ജീവിതമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, റമളാനിൻ്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമുണ്ട്, അര ഉടുപ്പ് അവിടുന്ന് വയറിനോട് ഒട്ടി നിൽക്കുന്ന രീതിയിൽ ചേർത്ത് ഉടുക്കുമായിരുന്നു എന്നാണ്. കാരണം ഭാരപ്പെട്ട ഒരു കാര്യം ചെയ്യാനായി ഇനി പോകുന്നത്, കൂടുതൽ അധ്വാനിക്കാനായി ഇനി ശ്രമിക്കുന്നത്. ഈ രീതിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഒരു അനക്കമോ ഒരു കുലുക്കമോ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ നാം അറിയാതെ വന്നുകൂടിയിട്ടുണ്ട്. പരലോകം രക്ഷപ്പെടുക എന്നുള്ള ഒരാവശ്യമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനുള്ള, അതിനായി ശ്രമിക്കാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമാണ് ഒരു റമളാൻ നമ്മുടെ കയ്യിൽ കിട്ടുക എന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് നല്ല മനുഷ്യനായി മരിക്കുക, അങ്ങനെയാണല്ലോ ഈ എല്ലാ പ്രകടനപരതയുടെയും അവസാനം ഒരു മനുഷ്യനിൽ അവശേഷിക്കുന്നത്. ഒരു നല്ല മനുഷ്യനായി മരിക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള പ്രമുഖർ, മഹാന്മാരായ പ്രവാചകന്മാർ നല്ല മനുഷ്യരായി തന്നെ ജീവിച്ച് നല്ല മനുഷ്യരായി തന്നെ മരിക്കണം എന്നത് അള്ളാഹ് ഖളാ ആക്കി അവൻ്റെ പ്രവാചകന്മാരാണ്. എന്നിട്ടും അവരുടെ നിരന്തരമായ പ്രാർത്ഥനകൾ നല്ല മനുഷ്യനായി എനിക്ക് മരിക്കണം എന്നുള്ളതായിരുന്നു, നല്ലവരുടെ കൂടെ ചേരണം എന്നുള്ളതായിരുന്നു. മരണാനന്തരം ഒരു ചേർച്ചയുണ്ടല്ലോ, ആ ഒരു ചേരലിലേക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. മഹാന്മാരായ തസവുഫിന്റെ ഉലമാ പറയുന്നുണ്ട്, ഒരു മനുഷ്യനിൽ 5 അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാളൊരു നല്ല ആളാണ്. ഒരു നല്ല മനുഷ്യനിൽ കാണുന്ന 5 അടയാളങ്ങൾ. അവ്വലുഹാൻ യകൂന അലാ ഇബാദത്തി റബ്ബിഹി മുഖബില. ഒന്നാമത്തേത്, ഇബാദത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരത്തെ പരമാവധി ഉപയോഗിക്കുന്ന ഒരു ശീലം. ഇതൊരു ഇബാദത്താണല്ലോ, കൂലി കിട്ടുന്ന കാര്യമാണല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം കിട്ടുമല്ലോ എന്ന വിചാരത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തനത്തിനും ഒരു ഉള്ളൊരുക്കം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തേത്, അൻ യകൂന നഫഉഹു ലിൽ ഖൽഖി ളാഹിറ. യാതൊരുവിധ സങ്കോചവുമില്ലാതെ, യാതൊരുവിധ സ്വാർത്ഥതയും മറ്റു ദുനിയവിയായ താല്പര്യമില്ലാതെ ജനങ്ങൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം, അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദനായ ഒരു മനുഷ്യൻ അങ്ങനെ ആകാ എന്നത് ഒരു നല്ല മനുഷ്യന്റെ രണ്ടാമത്തെ അടയാളമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ, യകൂനന്നാസു മിൻ ശർരിഹി ആമിനീൻ. ആളുകൾക്കൊന്നും തന്നെ കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ ആർക്ക് കഴിയുന്നു അവൻ ഒരു നല്ല മനുഷ്യനാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നാലാമത്തേത്, യകൂന അമ്മാ ഫി ഐദിൻ നാസി ആയിസ. ജനങ്ങളുടെ കയ്യിൽ പലതും കാണും, അത് മോഹിക്കുന്ന ഒരു പ്രകൃതം സാധാരണ മനുഷ്യരിലുണ്ടാവും. അതോരണം എനിക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ അയാൾ എനിക്കത് തന്നിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് കരസ്ഥമാക്കണമെന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്നും നേടിയെടുക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ലായ്മ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അതൊരു പൊതുവായ കാര്യത്തിനൊക്കെ വേണ്ടി പലപ്പോഴും പലരോടും ചോദിക്കേണ്ടി വരും. അങ്ങനെയല്ല, സ്വാർത്ഥമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ജനങ്ങളുടെ കയ്യിലുള്ളത് മോഹിക്കാതിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനൊരു നല്ല മനുഷ്യനാണ്. അഞ്ചാമത്തേത്, അൻ യകൂന ലിൽ മൗതി മുസ്തഇദ്ദ. സ്വന്തം മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും, ആ മരണത്തിലേക്ക് എനിക്കൊരു ഒരുക്കം വേണം എന്ന ചിന്ത ആരെ കീഴടക്കുന്നുവോ ആ മനുഷ്യനായിരിക്കും. ഇങ്ങനെ 5 അടയാളങ്ങൾ
ഒരു നല്ല മനുഷ്യന്റെ അടയാളമായി മഹാന്മാർ പറയുന്നുണ്ട്. എന്താ നല്ല മനുഷ്യരുടെ പ്രത്യേകത? എന്താ? ഈ നല്ല മനുഷ്യരാണ് ജീവിതത്തിന്റെ അവസാനത്തിലും നന്നായി തന്നെ നിൽക്കുക. നല്ല മനുഷ്യരാണ് ജീവിതത്തിന്റെ അവസാനത്തിൽ, അല്ലാതെ ഒരു അവസാനത്തിൽ മാത്രം ഒരു നന്നാവൽ വേഗത്തിൽ അങ്ങനെ സംഭവിച്ചോളുന്നില്ല. നല്ല മനുഷ്യരാണ് എങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതിനുള്ള ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളുടെ ഇടയിൽ ചില പാളിച്ചകൾ ഉണ്ടാവും, അത് അള്ളാഹു പൊറുക്കും. എന്തായാലും അവസാനം വന്ന് നന്നാവും. ആ നന്നാവണ നേരത്ത് മഹാന്മാരായ മലക്കുകൾ സമാധാനിപ്പിക്കാൻ ചുറ്റുണ്ടാവും. അവസാനം നന്നാവുന്ന നേരത്ത് മലക്കുകൾ സന്തോഷിപ്പിക്കാൻ ചുറ്റിലുമുണ്ടാകുമെന്ന് ഖുർആൻ. ആ ഒരു സന്തോഷവും സമാധാനവും ആര് തന്നാലും നമുക്ക് സമാധാനവുമാവില്ല, സന്തോഷമാവില്ല. ആ അവസാന നേരം നമ്മുടെ മരണമാണ്. ആ നേരത്ത് ആരൊക്കെ നമ്മെ സമാധാനിപ്പിച്ചാലും അള്ളാഹുവിൽ നിന്നും മലക്കുകൾ മുഖേന റബ്ബ് ഇടപെടുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സമാധാനിക്കലല്ലാതെ മറ്റൊരു സമാധാനിക്കലും സമാധാനിപ്പിക്കലും സന്തോഷിപ്പിക്കലൊന്നും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലെത്തില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ എത്ര ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടാണ് അത്തരം വാചകങ്ങളെപ്പോലും, അത്തരം സന്ദർഭത്തിന്റെ ഏറ്റവും പരമമായ അവസ്ഥകളെപ്പോലും പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. മലക്കുകൾ പറയുന്ന വാചകങ്ങളാണിത്. അത് കേട്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നായാലും മരിക്കണം, എങ്ങനെ ആയാലും മരിക്കണം. പക്ഷെ മരിക്കുന്ന നേരത്ത് ഇത് കേട്ടിട്ട് മരിക്കുക എന്നുള്ളടത്ത വിജയമുള്ളത്. എന്താ ഈ പറഞ്ഞത്? ആരെപ്പറ്റിയായി പറഞ്ഞത്? നമ്മളൊക്കെ പറയാറുണ്ടല്ലോ നമ്മുടെ സാധാരണ വർത്തമാനത്തിൽ, എൻ്റെ റബ്ബ്. നമ്മുടെ ഓരോ കാര്യങ്ങളിലും റബ്ബിനെ ചേർത്ത് നമ്മൾ ചേർത്ത് പിടിച്ചു പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ചേരുന്നുണ്ട് എന്നത് ആലോചിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയാ മാത്രമല്ല, സുമ്മസ്തഖാമൂ, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ അല്ലാഹു അതിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെയുള്ളവർക്ക് റമദാനിന്റെ ഓരോ ദിവസങ്ങൾ നഷ്ടപ്പെടുമ്പോ അതൊരു വലിയ നഷ്ടമായി വേദന തോന്നും. അങ്ങനെയുള്ളവർക്ക് ഓരോ സമയങ്ങളും വിലപ്പെട്ടതാണെന്ന് തോന്നും. ആർക്ക്? അള്ളയാണെന്ന്, അള്ളാഹു റബ്ബാണെന്ന് വിശ്വസിക്കുന്നതിന്റെ കൂടെ തന്നെ ജീവിതത്തിൽ അത് കൊണ്ടു നടക്കണം, നിലനിർത്തണം. അതൊരു വലിയ ശ്രമകരമായ കാര്യമാണ്. അതൊരു ശ്രമകരമായ കാര്യമാണ്. അള്ളാഹുവിനെ ഓർമ്മയിൽ കൊണ്ടു നടക്കുക. ഇതെന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, ഇതെന്റെ റബ്ബ് കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ എങ്ങനെ ചെയ്ത എന്റെ റബ്ബ് എന്നെ കൈവിടില്ല, എന്നെ പരിഗണിക്കും. കാരണം ആ പാവങ്ങളുടെ കണ്ണീര് അത് ഒപ്പിയെടുക്കാനാ അള്ളാഹ് എന്റെ കയ്യിൽ തന്നത്. അല്ലെങ്കിലോ ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ വാക്കുകൊണ്ട് കിട്ടുന്ന ഉപകാരം, എന്റെ റബ്ബ് എന്ന ചിന്ത ഉള്ളിടത്ത് ഇതൊക്കെ സാധിക്കും. അങ്ങനെ ആ ചിന്ത ഉണ്ടായി നിരന്തരം അത് നിലനിർത്തിയ ആളുകൾ, അവർ മരിക്കാൻ നേരം തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരുമെന്നല്ല കേട്ടോ, ശരിക്കും ഈ ആയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. തതനസ്സലു, ഇറങ്ങി വന്ന് അതോടെ തീരല്ല, പിന്നെയും ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. അത്രയും വലിയൊരു മലക്കുകളുടെ സാന്നിധ്യം കിട്ടാണ്. ഏത് നേരത്താ ഈ ജീവിതം അവസാനിക്കാം. അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അദ്ദേഹം നന്മകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റുള്ളവർക്ക് ഉപകാരിയായിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളിൽ ഒരു സൽപേര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിസ്വാർത്ഥമായ സൽപേര്. നല്ല രീതിയിൽ ജീവിച്ച് തീർത്തിട്ടുണ്ട്. അത് അവസാനിക്കുന്നു. ആ തിരിനാളത്തിലെ അവസാനത്തെ തീയും ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. തീനാളം അതെപ്പോൾ അത് അണയും. അണഞ്ഞാൽ പിന്നെ അവിടെ ആ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ നൽകിയ പ്രകാശം അവിടെ അസ്തമിക്കാം. ഇനി അവിടെ ഒരു കൂരിരുൾ വരാൻ പോവാം. ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നീട് ആ വിടവ് ഒരു ഇരുട്ടായി തന്നെ സൂക്ഷിക്കുന്നത്. അവിടെ ഒരു വെളിച്ചം വരണം. ഒരു നല്ല മനുഷ്യൻ ഒരു നാട്ടിൽ നിന്നും മരണപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിടവായി തന്നെ കിടക്കാം.
ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വന്നു പകരമായി എന്ന് പറഞ്ഞാലും ഒരു പകരമാവൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ ഒരു പ്രധാന അടയാളം, ഒരു ഉഖറവിയായ ആലിമ് വഫാത്തായാൽ പിന്നീട് ആ സ്ഥാനത്തേക്ക് മറ്റൊരു ആലിമ് കടന്നു വരാൻ സാധ്യതയില്ല. മുത്തനബിയുടെ വചനങ്ങൾ അങ്ങനെ സൂചിപ്പിക്കാം. ഇൽമ് അതോടുകൂടെ ഉയർത്തപ്പെടാണ് അവിടെ. മറ്റൊരാളെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നതോ മറ്റൊരാളെ സ്ഥാപിക്കപ്പെടുന്നതോ എന്നതിലപ്പുറം ആ കഴിഞ്ഞു പോയതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഇത് തന്നെ ഒരു സാധാരണക്കാരൻ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുന്നിടത്ത് അയാളുടെ വേർപാടിൽ വിയോഗത്തിൽ വരുന്ന വിടവുകൾ കൊണ്ടും ലോകത്ത് സംഭവിക്കുന്നത്. ആ മനുഷ്യന്റെ ഇപ്പൊ ലോകത്തോട് വിട പറയും. അവന്റെ വീട്ടിലേക്ക് അവന്റെ ബന്ധുക്കൾ ഒഴുകിയെത്തുന്നതിനപ്പുറമാണ് അവന്റെ കുടുംബത്തിലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ, ഇനി വരാനിരിക്കുന്ന ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അതിനുള്ളതൊക്കെ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പേടിക്കണ്ട. മുമ്പൊരിക്കലും നീ കണ്ടിട്ടില്ലാത്ത ഭീകരമായ മുഖമുള്ള മലക്ക് തുറിപ്പിച്ചു നോക്കിയാ നിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടാ നിന്നോട് നിന്റെ റബ്ബ് ആര് എന്ന് ചോദിക്കാ ഖബറിൽ. ആ മലക്കിന്റെ ഭീകരമായ മുഖഭാവത്തിൽ നിന്നും മുതിർന്നു വീഴുന്ന വാക്കാണ് വമാ ദീനുക എന്ന ചോദ്യം. വമൻ നബിയുക വമാ ഇമാമുക, നിനക്ക് ചിരിച്ചു മറുപടി പറയാൻ നിന്റെ മുഖത്ത് പുഞ്ചിരി വിടരും, നീ പേടിക്കണ്ട. അല്ലാ തഖാഫൂ, ഒരു കിടത്തമാണ് സഹോദര ഖബർ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം ഇല്ല എന്ന് പറഞ്ഞാലും ദുനിയാവിൽ ഒരു മനുഷ്യൻ സമനായി ഒരുപോലെ ഉള്ളവനും ഇല്ലാത്തവനും ഒരു പരിഗണന കിട്ടുന്ന ഒരു ഇരുട്ടിന്റെ ഗേഹമുണ്ട്. കോടികൾ കൊണ്ട് അമ്മാനമാടി ജീവിച്ചവനും അത്താഴ പട്ടിണിക്കാരനും കൊണ്ടുപോകുന്നത് 3 കണ്ടം തുണികളാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ അല്ലാ തഖാഫൂ, നീ പേടിക്കേണ്ടതില്ല. അവിടെ നീ പേടിക്കേണ്ടത് ഒരു പുതിയ ലോകമാ. നീ കാണാത്തതാ ഇനി കാണാനുള്ളത്, നീ അനുഭവിക്കാത്തതോ അനുഭവിച്ചവർ നിന്റെ മുന്നിൽ വന്നതിന്റെ ഭീകരത പറയാത്തതോ ആയ ഒന്നെന്തോ അതാ ഇനി മുതൽ നീ അനുഭവിക്കേണ്ടത് അനിശ്ചിതമായി. 60 വയസ്സല്ല, അനിശ്ചിതമായി. അവിടെ നീ പേടിക്കണ്ടെന്ന് പറയാൻ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ആ വാക്കുകൾക്ക് കരുത്ത് പോരാത്തത് കൊണ്ടാണ് തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. വിഷമിക്കണ്ട എന്ന് പറയാൻ മലക്കിന്റെ പതറാത്ത ശബ്ദമുണ്ടേ. പിന്നെ പറഞ്ഞോ, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ച് മുഴുവനും നീ അവലോകനം ചെയ്യുന്ന കുറഞ്ഞ നേരത്തിന്റെ ഏറ്റവും വേഗതയേറിയ അത്ഭുതത്തിന്റെ അവലോകനം. കുറെ വേണ്ട നിനക്ക് ആലോചിക്കാൻ. ഒരു കുറഞ്ഞ നേരം കിട്ടിയാൽ ആ പുരുഷായുസിന്റെ ഒരറ്റം മുതൽ മരണത്തിലേക്ക് വഴുതി വീഴുന്ന ഈ അവസാന സമയം വരെയുള്ളത് ആലോചിക്കാൻ മാസ്മരികമായ ഒരു ചിന്ത നിനക്ക് ഉടലെടുക്കുന്ന, നിന്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു അനുഭവമായ മരണത്തിന്റെ നേരത്തെ വിചാരപദങ്ങൾ. നിനക്ക് കഴിഞ്ഞ കാലത്തിൽ അത് കഴിഞ്ഞില്ലല്ലോ, സാധിച്ചില്ലല്ലോ, അതിന്റെ നിരാശ വേണ്ട. വലാ തഹ്സനു, അതിന്റെ പേരിലുള്ള ദുഃഖവും നിന്നെ അലട്ടേണ്ടതില്ല. വഅബ്ശിറൂ, സന്തോഷിച്ചോ. എടോ, നിന്റെ കൈ കൊണ്ട് കൊടുത്തത് ഒരാളും അറിഞ്ഞില്ല എങ്കിൽ, നിന്റെ പുഞ്ചിരി കൊണ്ടൊരാളുടെ മനസ്സിന് കിട്ടിയ സമാധാനം ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ പുണ്യകർമ്മത്തെ പുണ്യ റമദാനിൽ അല്ലാഹു വരവ് വെച്ചത് നിനക്ക് സന്തോഷിക്കാനുള്ളതാണ്. അത് അല്ലാഹു നീ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു അമലിനോടുള്ള ഒരു സൽക്കർമ്മത്തോടുള്ള നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിന് നീട്ട വിലയേക്കാൾ വലിയ വിലയാണ് അള്ളാഹു കൊടുത്തത്. ആ വില കൊടുക്കുന്ന ഒരു ഏറ്റവും സുവർണാവസരാണ് പരിശുദ്ധ റമദാൻ. അള്ളാഹു കബൂലാക്കട്ടെ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിനക്ക് അള്ളാഹു തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം സ്വർഗാണ്. അത് കരാറാക്കി അള്ള വെച്ചതാ. നിനക്ക് ആ കരാറിനെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ പോലും നീ നന്നായാൽ നിനക്ക് തരാമെന്ന് അള്ള പറഞ്ഞത് അള്ളാന്റെ കരാറാണ്. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, കരാറ് ലംഘിക്കാത്തവനായ അള്ളാഹ്.
അള്ളാഹു കരുണ ചെയ്യട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. പരിശുദ്ധ റമദാൻ അള്ളാഹു നമുക്ക് അനുകൂലമാക്കട്ടെ. ചെറിയ വർത്താനല്ലേ പറഞ്ഞു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഓരോരുത്തരും മരിക്കാൻ നേരം പല ചിന്തയാണ്. മരണനേരത്തെ പല ചിന്തകളാണ് ഓരോരുത്തർക്ക്. ഒരു ശരിയായ മുഅ്മിൻ അവൻ ചിന്തിക്കുന്നത്, പടച്ചോനെ അള്ളാന്റെ അദാബിനെ എനിക്ക് കാണേണ്ട വരുമോ എന്നുള്ള ചിന്ത. അത് മാത്രമേ ഉള്ളൂ ചിന്ത. അല്ലാതെ മുദ്രപത്രത്തിൽ എഴുതി വെച്ചത് അത് നടപ്പാകുമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ഇതൊന്നുമല്ല ചിന്ത. ഒരു ശരിയായ മുഅ്മിൻ സ്വർഗത്തിൽ പോകാനുള്ള ആളുടെ ചിന്ത, പടച്ചോനെ നിന്റെ അദാബ് എന്നെ തൊടുമോ എന്നുള്ളതായിരിക്കും. ആ സമയം അവനോട് പറയും. അതായത് മഹാന്മാര് പറയുന്നുണ്ട്, 5 തരത്തിലാണ് ആളുകൾ ചിന്തിക്കുക. ഒന്നാമത്തേത് മുഅ്മിനീങ്ങൾ, സാധാരണ മുഅ്മിനീങ്ങൾ ചിന്തിക്കുന്നത് സ്വർഗം ഉറപ്പവന്. എന്നാലും അവൻ ചിന്തിക്കും, പടച്ചോനെ നിന്റെ അദാബ് എന്നെ ബാധിക്കുമോ, നിന്റെ അദാബിൽ എപ്പോഴെങ്കിലും ഒന്ന് കേറേണ്ട വരുമോ എന്നുള്ള ചിന്ത വരുന്നോടത്ത് അവനോട് പറയും, ലാ തഖാഫു തബീദൽ അദാബി ലാ തബ്ഖൂന ഫിൽ അദാബി അബദാ വയസ്ഫഉ ലക്കുമുൽ അംബിയാഉ വസ്സാലിഹൂൻ. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിന്റെ അദാബിലേക്ക് പോകൂല. നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഷഫായത്തിനായി അള്ളാഹുവിന്റെ അമ്പിയാക്കളുണ്ട്, മഹാന്മാരായ സ്വാലിഹീങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇവിടെ ബാക്കിയുണ്ട്. അവിടെ രക്ഷപ്പെടും. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ പ്രതിഫലമൊന്നും നഷ്ടമല്ല. മൂമിനായി ജീവിച്ചു ഒരു അല്പവും കൂടി ഇഖ്ലാസ് കൂടുതലുള്ള മനുഷ്യർ, സാധാരണ മൂമിനല്ല, കുറച്ചും കൂടി ഇഖ്ലാസ് കൂടുതലുള്ള ആളുകൾ അള്ളാഹു അതിൽ ഉൾപ്പെടുത്തിട്ട്, അവരുടെ ചിന്ത മുഴുവൻ ഞാൻ ഇഖ്ലാസോട് കൂടെ ആരും ബോധിപ്പിച്ച് ചെയ്തതല്ല, അള്ളാഹിനെ ബോധിപ്പിച്ച് ചെയ്ത. ഞാൻ ഇഖ്ലാസോട് കൂടെ ചെയ്തത് നഷ്ടപ്പെടുമോ എന്നാ പേടി. അല്ലാതെ അദാബിനെ കുറിച്ച് അവർ ചിന്തിക്കല്ല. നേരത്തെ ഞാൻ ഇഖ്ലാസോട് കൂടെ ചെയ്തത് നഷ്ടപ്പെടും. രണ്ടാമത്തെ വിഭാഗം അങ്ങനെ ആലോചിക്കാം. അപ്പൊ അവരോട് പറയും, നിങ്ങൾ ഇഖ്ലാസോട് കൂടെ ചെയ്തത് മുഴുവനും അവിടെ കബൂലാണ്, അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് ആ മരണനേരത്താ. ചെയ്തത് മുഴുവൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വീകാര്യതയുടെ സീല് വെച്ചിട്ടുണ്ട് എന്നത് ബോധ്യപ്പെടുന്നത് മരണനേരത്താണ്. അപ്പൊ സന്തോഷിക്കുക. മൂന്നാമത്തെ വിഭാഗം തൗബ ചെയ്തവരാണ്. തൗബയുടെ ശക്തി വലുത് തന്നെയാ. മഹാന്മാര് പറയുന്നുണ്ട്, തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സർവ്വ പ്രവർത്തനങ്ങളെയും അള്ളാഹു നന്മയാക്കും. ഖുർആന്റെ ആയത്തതിന് സാക്ഷിയാണ്. അത് തെറ്റാണെങ്കിലും ആ തെറ്റുകളുടെ എണ്ണത്തെ നന്മയായിട്ട് എക്സ്ട്രാ അള്ളാഹു വേറെ ചേർക്കും. എല്ലാ പ്രവർത്തനങ്ങളെയും നന്മയുടെ ഗണത്തിൽപ്പെടുത്തും. ആ രീതിയിലേക്ക് പ്രതിഫലം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു ഒരു ശരിയായ തൗബ ചെയ്ത ആളെ കൈകാര്യം ചെയ്യും, അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ഏതായാലും തൗബ ചെയ്തു, ജീവിതത്തിൽ ഒരുപാട് തൗബ ചെയ്തു. അവർ മരിക്കാൻ നേരം അവരുടെ ചിന്ത മുഴുവൻ, ഞാൻ ഇന്ന തെറ്റിന്റെ തൗബ ചെയ്തത് അല്ലാഹു സ്വീകരിച്ചോ ഇല്ലയോ. മരണനേരത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ വരാം. അത് അല്ലാഹു സ്വീകരിച്ച തൗബയാ, കാര്യത്തിൽ നീ വിഷമിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്ന, സന്തോഷിച്ചു. പിന്നെ ചിന്തിക്കുന്നത്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഏതൊരു കാര്യത്തിനും റബ്ബിന്റെ മുന്നിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കണമല്ലോ. അങ്ങനെ ഹിസാബ് ചിന്തിച്ച് ജീവിച്ച മഹാന്മാരായ സാഹിദീങ്ങളുണ്ട്. അവരുടെ ചിന്ത, പടച്ചോനെ എന്റെ ഹിസാബ് എളുപ്പമാകുമോ എന്ന ചിന്ത. അവരും മരിക്കാൻ നേരം മലക്കുകൾ പറയും, നിങ്ങളുടെ ഹിസാബ് എളുപ്പമാണെന്ന് സന്തോഷം ഞങ്ങൾ പറയാ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂൻ. പണ്ഡിതന്മാർ മരണനേരത്ത് ആലോചിക്കാം, അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഉഖറവയായ ആലിമീങ്ങളാ നേരത്ത് ആലോചിക്കാം, അല്ലാഹുവേ ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിൽ ആരെങ്കിലും ഒരാൾ അത് അമലായി ചെയ്യുന്നുണ്ടോ? എന്റെ വായിൽ നിന്ന് മുതിർന്നു വീണത് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അത് മുഖേന ഒരാളെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയോ? അത് മുഖേന ഒരാളെങ്കിലും നന്നായോ എന്ന ചിന്തയായിരിക്കും മരണനേരത്ത് ഒരു ആലിമിന് ഉണ്ടാവാ എന്ന് മഹാന്മാര് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറയും, ലാ തഖാഫു മിൻ അഹ്വാലി യൗമിൽ ഖിയാമ വലാ തഹ്സനു ഫഇന്നഹു യുജ്സീകും ബിമാ അമിൽതും വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി ബിമാ അല്ലംതും വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി ലക്കും. നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചതായ സ്വർഗ്ഗത്തിന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഇൽമു കൊണ്ട് കരഗതമാക്കാൻ
അള്ളാഹു അവസരം തീർച്ചപ്പെടുത്തി എന്നത് ഉറപ്പിച്ചോ, സന്തോഷിച്ചോ എന്ന് പറയുന്നു. അള്ളാഹു ഈ 5 വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ രീതിയിൽ ആ മരണനേരം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, മരണനേരത്തുള്ള സന്തോഷങ്ങൾ അതാണ്. അങ്ങനെ മരിക്കാൻ നേരം ആ മനുഷ്യൻ പിന്നെ കാണാണ് മരണത്തിന്റെ അവസാനത്തെ സമയങ്ങളിലേക്ക് ഇനി അവന്റെ കണ്ണിന്റെ കാഴ്ചകൾ കാണുന്നത് സ്വർഗമാണ്. ആ സ്വർഗം ഒരു ഭാഗത്ത് നിന്ന് കാണുമ്പോൾ ആ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആ സ്വർഗം കാണിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ പ്രധാന കക്ഷിയായ ഇസ്രായേലിന്റെ ഭീകരമായ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല. സ്വർഗത്തിന്റെ മുറ്റത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നുകൊണ്ട് ചിരിച്ചു കാണിക്കാം, പോരെ മോനെ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അങ്ങനെയാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗ്ഗുറപ്പാണ്. എവിടെയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളയാണ്. മരണനേരത്ത് മുഹമ്മദ് റസൂലുള്ള പറയണ്ട, കാരണം മുഹമ്മദ് റസൂലുള്ള മുന്നിലുണ്ട്. മുഹമ്മദ് റസൂലുള്ളയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് നോക്കിയിട്ടാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടത്. ആ ഭാഗ്യത്തിലേക്ക് എത്താൻ ഈ റമളാൻ അള്ളാഹു നമുക്ക് അതിനുള്ളൊരു അവസരമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നമുക്ക് റബ്ബ് നൽകുന്ന റമളാനിന്റെ പരമാവധി പരിഗണനയുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ വസിയത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. പറവൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സഹോദരന് വേണ്ടി ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. തുടർ ചികിത്സയ്ക്ക് അവർ വീണ്ടും വീണ്ടും നിർദ്ദേശിക്കുന്നു. സാമ്പത്തികമായി കഴിയാത്തൊരു സഹോദരൻ, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അദ്ദേഹത്തിന് ചെയ്യുന്ന ചികിത്സ നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു സഹോദരി ശാരീരിക പ്രയാസങ്ങൾ, അല്ലാഹുവേ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ റമളാനിന്റെ ആദ്യ സന്ദർഭത്തിൽ തന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തതാണ്. അല്ലാഹുവേ, വെന്റിലേറ്ററിൽ നിന്നും അവരെ മാറ്റിയിട്ടുണ്ട്, ആശ്വാസങ്ങൾ കാണുന്നുണ്ട്. അല്ലാഹുവേ റബ്ബേ, ആ സഹോദരിക്ക് ആരോഗ്യത്തിൽ നീ പുരോഗതി നൽകണേ അല്ലാഹ്. ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പ് തുറയിലേക്ക് സഹായിക്കുന്നവരെ സഹകരിക്കുന്നവരെ നീ ഖൈറിലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നോമ്പ് തുറയിൽ സഹായിച്ചവർ സഹകരിച്ചവർ അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും വരുമാന മാർഗത്തിലും നീ ബറക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ക്യാൻസർ രോഗമുള്ള മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആ രോഗിണിയായ സഹോദരിയുടെ മക്കള് ചെറിയ മക്കളാണ് അല്ലാഹ്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു സഹോദരിക്കും ക്യാൻസർ രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക, നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ പങ്കാളികളാകുന്ന സഹോദരങ്ങളിൽ ഖൈർ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പ്രിയപ്പെട്ട സഹോദരന്മാർ 3 പേർ ഇപ്പോൾ അതിലേക്ക് ഉദാരമായ സംഭാവനകൾ തന്നു. ഗൾഫിലും മറ്റുമുള്ള അവരുടെ ബിസിനസ്സുകളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു, ഒരുപാട് ദാനധർമ്മങ്ങളിൽ അവരുടെ പങ്കാളിത്തമുണ്ട് തമ്പുരാനെ. മഹലിന്റെ ഏത് പദ്ധതികളിലും സഹകരിക്കുന്ന സഹായിക്കുന്ന സഹോദരങ്ങൾ തന്നെയാണ്. ഇനിയും പലരും ഇതിലേക്ക് സഹകരിക്കേണ്ടവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, നാട്ടിലും വിദേശത്തും ബിസിനസ് ചെയ്യുന്ന കച്ചവടങ്ങൾ ചെയ്യുന്ന സഹോദരന്മാർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, റഹ്മാനായ തമ്പുരാനെ, ഈ പദ്ധതിയിലേക്ക് ഏതെല്ലാം നിലക്ക് പങ്കാളിത്തം അറിയിക്കുന്നവരുണ്ടോ അവരിൽ നീ അതിൻ്റെതായ ഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, പ്രിയപ്പെട്ട അബ്ദുൽ നാസർ ഉസ്താദിന് അബ്ദുൽ നാസർ മഅദിനി ഉസ്താദിന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദീർഘായുസ് നൽകണേ അല്ലാഹ്.
ആ ചികിത്സ നീ ബറക്കത്തിലാക്കണേ അല്ലാ. അദ്ദേഹം അനുഭവിച്ച വേദനകൾക്കും യാതനകൾക്കും റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും നീ പകരം നൽകണേ അല്ലാ. അല്ലാഹുവേ, കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ, കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ, കടങ്ങൾ നീ വീട്ടണേ തമ്പുരാനെ. ഈ പുണ്യ റമളാൻ വന്നിട്ട് ഒരുപാട് സഹോദരങ്ങൾ ഉദാരമായി സംഭാവനകൾ തരുന്നവരുണ്ട്. ഈ പള്ളിയിലും മറ്റുമായി ഓരോ വഖത്തിന് വന്നുകൊണ്ട് പിരിവെടുക്കുന്നവർക്കും മറ്റുമൊക്കെയായി ഹദിയ ചെയ്യുന്നവരുണ്ട്. അല്ലാഹുവേ, ഉദാരമായി ചെയ്യുന്നവർ തന്നെയാ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും സമ്പത്തിൽ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പുണ്യ റമളാനെ പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ, ആ റമളാനിന്റെ ദാനധർമ്മങ്ങളിലേക്ക് മാറ്റിവെച്ച പൈസകൾ കാത്തുവച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ, വളരെ ആവേശത്തോടുകൂടെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ റമളാനിനെ ആദരിച്ചു എന്ന ഗണത്തിൽ അവരെ നീ ചേർക്കണേ അല്ലാ. അത് കാരണമായി റബ്ബേ മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രേരണയും അവരാൽ നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, സാമ്പത്തിക രംഗങ്ങൾ, കച്ചവടങ്ങൾ, ബിസിനസ്സുകളൊക്കെ വലിയ പ്രയാസങ്ങളിലാ പല സഹോദരന്മാരും സങ്കടത്തോടുകൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു, ഓരോ ദിവസവും മാറി വരുന്ന നിയമത്തിന്റെ കുരുക്കുകൾ, മറ്റു പ്രയാസങ്ങൾ, റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ സമുദായത്തിന്റെ കെട്ടുറപ്പിൽ ബിസിനസ് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് തമ്പുരാനെ. ഒരുപാട് പാവങ്ങളിലേക്ക് കൃത്യമായ സക്കാത്തും മറ്റുമൊക്കെ എത്തുന്നത് ബിസിനസ് ഉള്ളത് കൊണ്ടും മറ്റുമൊക്കെയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നാട്ടിലും വിദേശത്തും ജോലി തേടുന്ന സഹോദരങ്ങളിൽ ഖൈർ നൽകുക അല്ലാ. അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്റെ കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമത്തിൽ നിന്റെ കാവൽ നൽകണേ അല്ലാ. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മതസ്വാതന്ത്ര്യം നീ നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ വന്നിട്ടും റബ്ബേ ഫലസ്തീനിലെ പുന്നുമക്കൾക്ക് റബ്ബേ സങ്കടക്കയമാണ് അല്ലാ. കരകയറ്റണേ അല്ലാ, കരകയറ്റണേ അല്ലാ. ആർഭാടപൂരിത സന്തോഷ സമൃദ്ധിയിൽ ഞങ്ങൾ കഴിയുമ്പോഴും ഞങ്ങളുടെ അയൽവക്കത്തും പട്ടിണി കിടക്കുന്നവനുണ്ടാവാൻ ഞങ്ങൾ അറിയുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഫലസ്തീൻ മക്കൾ കരയുന്നുണ്ട് അല്ലാ, ഞങ്ങൾ കേൾക്കുന്നില്ല തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ഇല്ലായ്മകളിൽ കഴിയുന്നവന്റെ കണ്ണുനീരുണ്ട്, ഞങ്ങൾ കാണുന്നില്ല അല്ലാ. വേദനകൾ കൊണ്ട് പൊളയുന്ന രോഗികളുണ്ട് റബ്ബേ, ഞങ്ങൾ കേൾക്കുന്നില്ല അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ നല്ല ഭാഗങ്ങളിൽ അവരെയും ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. അവരോട് കൊടുക്കാനും അവരെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും റബ്ബേ, ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ കണ്ണുനീരിൽ കഴിയുന്നവരോട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആർദ്രമായ ഭാവമുണ്ട് അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ തരുന്ന നന്മകൾ അവർക്കും നീ നൽകണേ അല്ലാ. പുണ്യ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റും നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ, പുണ്യ റമളാൻ വന്നിട്ട് കിറ്റുമായി മറ്റു പലതുമായി ഇവിടെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, അതിനായി സമയം ഒരുപാട് മാറ്റിവെക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അല്ലാ. അല്ലാഹുവേ, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ചെറുതും വലുതുമായ സംഭാവനകൾ ഉസ്താദുമാർക്ക് നൽകുന്നവരുണ്ട് തമ്പുരാനെ. ഈ റമളാൻ വന്നിട്ട് ഒരുപാട് ഹദിയാകൾ ചെയ്യുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ, ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും സ്നേഹിക്കുന്നതിന്റെ എല്ലാ പ്രതിഫല പ്രവാഹവും അവർക്ക് നീ നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. റഹ്മത്തിന്റെ 10 കബൂലാക്കുക അല്ലാ. റഹ്മത്ത് കിട്ടിയവരിൽ, റഹ്മത്തിന്റെ പരിഗണന കിട്ടിയവരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. മഗ്ഫിറത്തിന്റെ 10 റബ്ബേ പാഴായവരിൽ പെടുത്തല്ലേ അല്ലാ. മഗ്ഫിറത്ത് ഞങ്ങളിൽ തരണേ അല്ലാ. അല്ലാഹുവേ, ഉഴ്തഖും മിനന്നാറിന്റെ 10 റബ്ബേ ഞങ്ങളെ ഉഴ്തഖാഉം മിനന്നാർ എന്ന പദവിയിൽ ചേർക്കണേ അല്ലാ. പരകോടി സൃഷ്ടികൾക്ക് നീ നരകമോചനം ഉറപ്പുവരുത്തുമ്പോൾ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മരണപ്പെട്ടവരെയും നരകമോചിതരിൽ പരിപൂർണ തൗബ ലഭിച്ചവരിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാനത്തെ റമളാനാവല്ലേ അല്ലാ. ഞങ്ങളുടെ ആയുസ്സിൽ അവസാന റമളാനാവല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറാ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.